ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാഡേ ലെവൽസിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ നമ്മുടെ ലെവൽസിന് നാളത്തേക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് 21,500 എന്ന് പറയുന്ന ആ ഒരു മേജർ സപ്പോർട്ട് റേഞ്ച്, ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുമോ എന്ന് കരുതിയിട്ട് പേടിച്ചിരിക്കുന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നതല്ലേ. നമുക്ക് ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു നെഗറ്റീവ് ആ സ്റ്റോക്കുകളിലൊക്കെ കാണാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ സ്റ്റോക്കുകളിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്ത് മാറണമെന്ന് കരുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അത്തരം ആൾക്കാർ നിങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വളരെയധികം പേടിച്ചിരുന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ മാർക്കറ്റിൽ അല്ലേ. നമ്മൾ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇത്തരത്തിൽ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ലോസ് വരുമോ, അല്ലെങ്കിൽ നിലവിൽ ഒരുപാട് പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് സ്റ്റോക്കുകൾക്ക്. ആ സ്റ്റോക്കുകളിലൊക്കെ ആ പ്രോഫിറ്റ് കുറഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ആശ്വാസകരമായിട്ട് മാർക്കറ്റിനെ 21,500 നിന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിച്ചു എന്നറിയാം? ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിച്ചു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,000 കോടിയുടെ ബൈയിങ് ആണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. പക്ഷേ FISൻ്റെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് ആണ് 1,200 കോടിയുടെ സെല്ലിംഗ് അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ, അതായത് 21,500 കടന്ന് 500ൻ്റെ മുകളിൽ കടന്ന് 21,600ൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇന്നലെ. അപ്പം വളരെയധികം ആശ്വാസകരം, അതായത് ഒരു ടെൻഷൻ, അതായത് ഒരു പേടിയിൽ നിന്നും നമ്മളെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സഹായിച്ചു. മാർക്കറ്റ് മുകളിൽ 21,600ൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇന്നുമായിട്ട് ഞാൻ ട്രേഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ 21,500 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പുട്ട് സൈഡിലേക്കൊക്കെ ഒരു ട്രേഡ് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ലെവൽസ് ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ട്രേഡും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ ലെവൽസുകളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഇന്നലെയും ഇന്നും വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തതായിട്ട് കാണാം അല്ലേ. അപ്പം ഇന്നലത്തെ ദിവസം ഒരുപാട് പേര് 21,500 ബ്രേക്ക് ചെയ്ത് കണ്ടിട്ട് 21,471 വരെ പോയിട്ടുണ്ട്. അപ്പോൾ 21,500 ബ്രേക്ക് ചെയ്ത് കണ്ടിട്ട് ഒരുപാട് പേര് ഒരു ഓപ്ഷൻ ബയർ ആണെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ എന്താണ് വളരെ നല്ല രീതിയിൽ ലൂസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലത്തെ ദിവസം സാധിച്ചു. അതായത് 21,500 ബ്രേക്ക് ചെയ്തു, ചിലപ്പം ഒന്ന് കളിപ്പിച്ചിട്ട് മാർക്കറ്റ് താഴോട്ട് പോകാൻ ചാൻസസ് ഉണ്ട് എന്ന് കരുതിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തരം ലെവലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ മേജറായിട്ട് 2 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങുകൾ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാൻഡിൽ 9:30 ക്യാൻഡിൽ നമ്മുടെ ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോയത്. എഗെയിൻ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ 12:45 ക്യാൻഡിൽ, ആ ക്യാൻഡിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് നല്ല രീതിയിൽ, അതായത് കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും 2 പേരുടെയും സ്റ്റോപ്പ് ലോസുകൾ നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും കൺസോൾഡേറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ സെറ്റപ്പ് വെച്ചിട്ട് നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ കാണാം. അതായത് മൾട്ടിപ്പിൾ കൺഫർമേഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അതായത് നമ്മുടെ ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് തിരിഞ്ഞ് മുകളിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഓപ്ഷൻ വാങ്ങാമായിരുന്നു. ടാർഗറ്റ് ഈ ലെവൽ വരെ വെക്കാമായിരുന്നു. ഈ ലെവൽ വരെ നമുക്ക് ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് ഇവിടെ വരെ വെക്കാമായിരുന്നു. പക്ഷേ ഒരു മേജർ റേഞ്ച് ആയതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ ഒരു ട്രേഡ് എടുക്കാൻ തരുന്നത്. നമ്മളെ സെറ്റപ്പ് വൈസ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞല്ലോ, ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുവാണെങ്കിൽ നമ്മൾ ട്രാപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്തു. എന്തായാലും നമ്മുടെ സെറ്റപ്പ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ആയി മുകളിലോട്ട് പോകുന്നു കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ലെവൽസിൻ്റെ ഒരു അക്യുറസി നോക്കൂ നിങ്ങൾ. അതായത് ഈ ലെവൽ കണ്ടോ, നമ്മുടെ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ല, ബോഡി ക്ലോസ് ചെയ്യാതെ ഒരു ടെയിൽ മാത്രം കൊടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്ത് മാത്രം പോയതാണ്. എപ്പോഴും നമ്മുടെ ലെവലിൻ്റെ മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്യണം. അപ്പം മാത്രമാണ് നമുക്കൊരു എൻട്രി വരുന്നത്. നമ്മുടെ ലെവൽ ഇവിടെ വളരെ ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ലൈനൊക്കെ മാത്രം വരച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, 21,500ൻ്റെ ഒരു ലൈൻ മാത്രം പ്ലോട്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ അത് 21,500 വരുവാണെങ്കിൽ ഈ ലെവലാണ് വരിക. ആ ലെവൽ എന്താണ് രാവിലെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12:30 ക്യാനൽ അതിനുശേഷമുള്ള ക്യാനലൊക്കെ ബ്രേക്ക് ചെയ്ത് 21,500 താഴെ ഒരുപാട് നേരം മാർക്കറ്റ് നിന്നിട്ടുണ്ട്. എന്നിട്ട് മാർക്കറ്റ് താഴോട്ട് പോകാതെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. സോ
വളരെയധികം സ്ട്രോങ് ഡിമാൻഡ് ഏരിയ നമുക്ക് ഇവിടെ ഈ റേഞ്ചിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സോൺ ഇത്രയും കവർ ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് സേഫാണ്. 21,500 ബ്രേക്ക് ചെയ്താലും ട്രേഡ് എടുത്തിട്ടില്ല. ഈ സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രേഡ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ സേവ് ചെയ്യാനും നമുക്ക് ഈ സോണുകൾ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ട്രേഡ് ഉണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽസാണിത്. ആ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ അതായത് ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ട്, അതിൽ നിന്ന് റിജക്ട് ചെയ്തു. മാർക്കറ്റ് കുറച്ച് നേരം അതിനുള്ളിൽ കളിച്ചു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചെറിയ ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. അത് ഈ ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു റേഞ്ച് ആക്ച്വലി ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഈ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നല്ല ഒരു ഫാൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നോക്കൂ. നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് കയറി. അതിനുശേഷം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ റെസിസ്റ്റൻസ് എടുത്തു. പിന്നെ ആ ലെവലൊന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് മാർക്കറ്റ് ഇനി മുകളിലേക്കാണ് പോവുക അല്ലെങ്കിൽ താഴേക്കാണ് പോവുക എന്നുള്ളത്. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രകാരം പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ 21,710 അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. ആ ഒരു ഡാറ്റ തരുന്നത് ആക്ച്വലി നാളെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. പക്ഷേ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ നെഗറ്റീവ് ഓപ്പണിങ്ങും വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഇനി അങ്ങോട്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് 21,500 എന്ന് പറയുന്ന ലെവലാണ്. 21,500 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം സമയം നമുക്ക് ബുള്ളിഷ് ആണെന്ന് തന്നെ പറയാം. മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ FISൻ്റെ ഡാറ്റ DISൻ്റെ ഡാറ്റ നോക്കുകയാണെങ്കിൽ FIS ഇന്നലെ ഞാൻ പറഞ്ഞു 1,700 കോടിയുടെ സെല്ലിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2,000 കോടിയുടെ ബൈ നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എഗെയിൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1,600 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളത്. FIS 865 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. സോ FIS സെല്ലിംഗ് ചെയ്യുന്നിടത്തോളം സമയം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാർക്കറ്റ് ഏത് നിമിഷം വേണമെങ്കിലും താഴേക്ക് പോകാം. FISൻ്റെ ഒരു ബൈയിങ് വന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോസുകളിൽ ഒരു 20,800 റേഞ്ചൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്യുന്നൊരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് FISൻ്റെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നപ്പം ആ റേഞ്ചുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ FISൻ്റെ ഒരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നവരെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നമ്മുടെ FISും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് ആ ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് OI ഡാറ്റ നോക്കുകയാണെങ്കിൽ OI ഡാറ്റ നോക്കുന്ന സമയത്ത് നമുക്ക് മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് പറയാനുള്ളത് 21,700 ആണ്. 21,700ഉം 21,800 അത് മുൻപേ നമുക്കുള്ള റെസിസ്റ്റൻസ് തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ 21,600ഉം 21,500ഉം നല്ല സപ്പോർട്ടായിട്ട് ഇപ്പം ആക്ട് ചെയ്യുന്നുണ്ട്. സോ 21,700 എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചാണ്. ഓക്കെ, ആ റേഞ്ച് വളരെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. 500 എന്ന് പറയുന്ന റേഞ്ച്, അതുപോലെ തന്നെ 600 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചും നല്ലൊരു സപ്പോർട്ടാണെന്നാണ് OI ഡാറ്റ പറയുന്നത്. അതുപോലെ തന്നെ 21,500 അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. 21,500 നല്ല സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു ഫാള് നമ്മൾ കാണേണ്ടതായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്ക് നോക്കാനുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലെവൽസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിൽ പറഞ്ഞിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു നിഫ്റ്റിയിലൊരു നല്ലൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 1 അവറിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ നോക്കാം. നമുക്കത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീക്ക്ലി അനാലിസിസിൽ. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു തവണ സപ്പോർട്ട് എടുത്തു, എഗെയിൻ സപ്പോർട്ട് എടുത്തു, വീണ്ടും ഈ ഒരു പോയിന്റിൽ സപ്പോർട്ട് എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ട്രെൻഡ് ലൈനിൻ്റെ സപ്പോർട്ടും അതുപോലെ തന്നെ ഈ ഡിമാൻഡിൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് കയറി പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു പോയിന്റ് കണ്ടോ, ഈ ലെഗ്, അതായത് മാർക്കറ്റ് ഫാൾ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് ജസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ
നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ട്രെൻഡ് ലൈനിലാണ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് മാർക്കറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു സെൽ ഓഫ് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, വളരെയധികം വാലിഡ് ആയിട്ടുള്ളൊരു ട്രെൻഡ് ലൈനാണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ട്രെൻഡ് ലൈൻ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഒരുപാട് തവണ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പർ സൈഡിലും നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. ഓക്കെ, 3 തവണ ഇവിടെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് ട്രെൻഡ് ലൈനിൽ. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ട്, അതായത് മുകളിലേക്കും ആവാം അല്ലെങ്കിൽ താഴേക്കും ആവാം, അത് ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൊമെൻറ്റം, ഒരു സ്ട്രെയിറ്റ് മൊമെൻറ്റം ഒക്കെ വരാനുള്ള ചാൻസസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നാളത്തേക്ക് ഈ ലെവലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തേക്ക് നമുക്ക് ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്. സോ ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട്. എഗെയിൻ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി, എഗെയിൻ ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവായി. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോണ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മുകളിലോട്ട് നല്ലൊരു ട്രേഡ് എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ പ്ലാനും നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണാണിത്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. നല്ല സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതും നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 2 ലെവലുകൾ വെച്ചിട്ടായിരിക്കണം നാളെ നല്ലൊരു ട്രേഡിംഗ് പ്ലാൻ കൊണ്ടുവരാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ റിവേഴ്സൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. നമുക്ക് ഇത് തൽക്കാലം ഒന്ന് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ നാളത്തെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ലെവൽ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ 2 ലെവലിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്ന കണ്ടീഷനിലായിരിക്കും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും ഈ 2 ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ നാളെ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ലൈനാണ്. ഓക്കെ, ഈ ഒരു 2 ലെവലുകൾ മാത്രമേ നമുക്ക് നാളെ മേജറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡുകൾ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാനത് ഈ ഒരു പോയിന്റിൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് ട്രേഡ് ഉണ്ട് അല്ലേ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നിഫ്റ്റിയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കൗട്ട്, അതുപോലെ തന്നെ നമ്മുടെ സപ്ലൈ റേഞ്ചിൽ നിന്നും ഡിമാൻഡ് റേഞ്ചിൽ നിന്നും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകുന്നു എന്നുള്ള ഒരു കൺഫർമേഷനും കൂടെ, ഒരു ഡബിൾ കൺഫർമേഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് ഫാൾ ഉണ്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറി പോയിട്ടുണ്ട്. ഈ ലെവലിൻ്റെ അകത്ത് കൃത്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് നമ്മുടെ ലെവൽസിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ സോണ് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മാർക്കറ്റ് 2 മിനിറ്റ് അതായത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബ്രേക്കൗട്ടിൻ്റെ ഒരു കൺഫർമേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് അപ്പർ സൈഡിലേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു പാറ്റേൺ വൈസ് ഉള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അപ്പർ സൈഡിലേക്കൊരു ട്രേഡ് നമുക്ക് ആ ഒരു റേഞ്ചിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ സോണ് ബ്രേക്ക് ചെയ്ത് മാത്രമല്ല, ഒരു ഡബിൾ കൺഫർമേഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ കൺഫർമേഷൻസ് എടുക്കുന്നത്, 3 കൺഫർമേഷൻസ് മാക്സിമം. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയത്തില്ല. ഒരു കൺഫർമേഷൻ മാത്രം ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവൽസ് വളരെ പെർഫെക്റ്റ് ആയിട്ട്, വളരെ അക്യുറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ തൽക്കാലം വരുത്താനില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് തൽക്കാലം ഈ ഒരു റേഞ്ചിങ് കിട്ടും. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വലിയ ചേഞ്ചസ് വരുത്താനില്ല. ഈ രീതിയിൽ നമുക്ക് നോക്കാം. ഓരോ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യാം. ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടും പ്ലാൻ ചെയ്യാം. നമുക്ക് 50 മിനിറ്റ്സിലൊന്ന് ഇട്ട് നോക്കാം. ഓരോ റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിലും ഒരു 100 പോയിൻറ്റ് 150 പോയിൻറ്റിൻ്റെ ഒരു ടാർഗറ്റ് വരുന്നുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ലെവൽസുകൾ. അപ്പോൾ ലെവൽസുകൾ നിങ്ങളും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ഉറപ്പ് വരുത്തുക. അപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നാളത്തെ ലെവലുകളാണിത്. അപ്പോൾ ഈ ലെവലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളും കൂടെ ചെക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം നമുക്ക് നാളത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരം ലെവൽസ് കാര്യങ്ങളും അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക.
നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.